നമസ്കാരം. ഇന്നും കുറച്ച് പിണറായി ചരിതം പറയാം. അതൊരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഇനി രണ്ട് കസേരയും പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാരും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കേണ്ട എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് മിസ്റ്റർ പിണറായി വിജയൻ. പറഞ്ഞത് ആരോടാണെന്നല്ലേ? മറ്റാരോടുമല്ല, ബിനോയ് വിശ്വത്തോടാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് ഒരു ഉപനേതൃക്കാരനെ കൊണ്ടുവരാമെന്ന് സഖാക്കൾ സ്വപ്നം കാണേണ്ട. ഞാൻ ചത്തിട്ട് മതി നിൻ്റെയൊക്കെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപനേതാവിനെ കൊണ്ടുവരുന്നത് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പിണറായി. അതും രഹസ്യമായി പാർട്ടി ചർച്ചകളിലല്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് തുറന്നടിച്ച് ബിനോയ് വിശ്വത്തോട് പോയി പണി നോക്കാൻ പറയാൻ പിണറായിയുടെ രാജകൽപ്പന. അല്ല, പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? വയസ്സായാൽ വടിയും കുത്തിപ്പിടിച്ചാണേലും ഭരിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞിറങ്ങിയവരോട് എന്തു പറയാൻ? പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയാൽ കഴിഞ്ഞു പാർട്ടിയിലുള്ള പിടി, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഒരേ ഒരു മരുമോനെ പാർട്ടിയുടെ തലപ്പത്തെത്തിക്കും? അല്ലെങ്കിൽ തന്നെ മുഹമ്മദ് റിയാസിനോട് പാർട്ടിയിൽ ആർക്കും വലിയ താല്പര്യമില്ല, അമ്മായിയപ്പനോടോ ഇല്ല, പിന്നെയല്ലേ മരുമോനോട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉണ്ടെങ്കിലല്ലേ മോളെ പിടിക്കാൻ ഈടി വരുമ്പോൾ കെട്ടഴിച്ചു വിടാൻ കണക്കിന് കുറച്ച് അണികളെ ഉമ്മർത്ത് ചങ്ങലക്കിട്ട് കുരപ്പിക്കാൻ പറ്റൂ. അങ്ങനെ യാതൊരു തർക്കവും പിണക്കവും ഇല്ല എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തു നിന്ന് വെടിയും പുകയും തീയുമൊക്കെ പുറത്തു കണ്ടു തുടങ്ങി. വിഷയത്തിൽ വാശിയില്ല എന്നും ചർച്ചയ്ക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നുമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നല്ല രീതിക്ക് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അങ്ങ് ചോദിക്കുകയാണ്. ഇതു സംബന്ധിച്ച ചോദ്യത്തിന് അത് കഴിഞ്ഞ കാര്യമാണെന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. മുൻപും അതുതന്നെയാണ് പറഞ്ഞത്, ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്ത് വിട്ടുവീഴ്ചയാണ് വേണ്ടത്? കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരമൊരു പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ചയാണ് വേണ്ടതെന്നും പിണറായി വിജയൻ ചോദിക്കുകയാണ്. അതേസമയം ചർച്ചകൾക്കായി CPIയുടെ വാതിൽ എല്ലാ കാലത്തും തുറന്നു വച്ചിരിക്കുമെന്ന് ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വാതിൽ തുറന്നു വെച്ച് ബിനോയ് വിശ്വം അവിടെ ഇരിക്കുകയേ ഉള്ളൂ. പിണറായി ആ വാതിലിൽ കൂടി അകത്തേക്ക് കയറുകയോ ഒരാളെ ആ വാതിലിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയോ ചെയ്യുമെന്ന് CPI നേതാക്കൾ ആരും സ്വപ്നം കാണേണ്ട. എന്നാൽ വിഷയം സംസാരിച്ച് പരിഹരിക്കുന്നതിന് പകരം മറ്റ് ഘടകകക്ഷികളെ ചേർത്ത് LDFനകത്ത് ഒരു വോട്ടെടുപ്പിലൂടെ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യപരമല്ല എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. LDFനകത്ത് ആളെ പിടിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുന്നത് LDF രീതിയല്ല. LDFൽ CPI ഒറ്റപ്പെട്ടിട്ടില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI-CPM ബന്ധം ഏറ്റവും ഊഷ്മളമാക്കാനാണ് എന്നും CPI ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തർക്കമോ വലിയ സംഘർഷമോ ഉണ്ടാക്കാൻ പാർട്ടിക്ക് താല്പര്യമില്ല. പക്ഷേ കൃത്യമായ നിലപാടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ തുറന്നിട്ട വാതിലിരുന്ന് താൻ ഈച്ചയെ ആട്ടിക്കോ എന്നാണ് ബിനോയിയോട് പിണറായിക്ക് പറയാനുള്ളത്. അല്ലാതെ പിണറായി മാറി നിന്നിട്ട് ഒരു പ്രതിപക്ഷ നേതാവോ പിണറായിയെ തുല്യനായി ഒരു ഉപനേതാവോ കേരളത്തിൽ ഉണ്ടാകുമെന്ന് മനക്കണക്ക് കൂട്ടേണ്ട ആരും. ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ച ആവശ്യത്തെ ഇല്ലാത്ത പ്രശ്നമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് തന്നെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം ഉയരുന്നത് ഇവിടെ സ്വാഭാവികമാണ്. സഖ്യരാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, എന്നാൽ അവ ചർച്ചയിലൂടെ പരിഹരിക്കുകയാണ് ജനാധിപത്യ രീതി. ഇവിടെ ചർച്ചയ്ക്കുള്ള സാധ്യത പോലും നിഷേധിക്കപ്പെടുകയാണ്. അതാണ് ശ്രദ്ധേയമാകുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ശൈലി കേരളം ഏറെക്കാലമായി കണ്ടുവരുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കുന്നതിലുപരി അന്തിമ നിലപാട് പ്രഖ്യാപിക്കുന്ന നേതാവായാണ് അദ്ദേഹം പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അതുതന്നെയായിരുന്നു പിണറായിയുടെ സ്ഥിരം ശൈലി. മന്ത്രിസഭയിലെ പല തീരുമാനങ്ങളും പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒടുവിൽ എത്തിച്ചേരുന്നത് ഒരാളുടെ തീരുമാനത്തിലേക്കാണെന്ന ആരോപണം രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും പലപ്പോഴും പരോക്ഷമായി ഉന്നയിച്ചിട്ടുണ്ട്. CPIയുടെ ആവശ്യം അംഗീകരിക്കണോ വേണ്ടയോ എന്നത് വേറിട്ട രാഷ്ട്രീയ വിഷയമാണ്. എന്നാൽ അവരുടെ ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായത്. ചർച്ച ചെയ്യാൻ ഒന്നുമില്ല എന്ന മറുപടി സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ കക്ഷിയോട് പറയുന്നത് മുന്നണിക്കുള്ളിലെ തുല്യതയുടെ ആശയത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നത് വെറുമൊരു പദവി മാത്രമല്ല, സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ ഏകോപിപ്പിക്കാനുള്ള പ്രധാന രാഷ്ട്രീയ കേന്ദ്രമാണത്. ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായും പാർട്ടിയിലും മുന്നണിയിലും സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തെ ചൊല്ലിയുള്ള എല്ലാ ചർച്ചകളും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രതികരണം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടമായാലും പാർട്ടിയുടെ നിയന്ത്രണം തന്റെ കൈകളിൽ തന്നെ തുടരുമെന്ന ആത്മവിശ്വാസം, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ നിർബന്ധം. അധികാരം നഷ്ടപ്പെട്ടാൽ നേതൃത്വം മാറുമെന്ന പൊതു രാഷ്ട്രീയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണിത്.
അതുകൊണ്ട് തന്നെ ഭാവിയിലെ ഇടതുപക്ഷ നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ഇടതുപക്ഷ മുന്നണിക്കുള്ളിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന ഔദ്യോഗിക വിശദീകരണം ആവർത്തിക്കുമ്പോഴും പുറത്തേക്ക് വരുന്ന പ്രസ്താവനകൾ മറ്റൊരു ചിത്രം വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു വശത്തെ ബിനോയ് വിശ്വം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നു, മറുവശത്തെ പിണറായി വിജയൻ ചർച്ച ചെയ്യാൻ ഇവിടെ ഒരു ചുക്കുമില്ല എന്ന് പറയുന്നു. ഈ രണ്ട് നിലപാടുകളും ഒരുമിച്ച് ഒരു ചേർച്ചക്കുറവുള്ളതല്ലേ? അതിനർത്ഥം അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ്. പൊതുവേദിയിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഇടതുമുന്നണിയുടെ ആഭ്യന്തര അസ്വാരസ്യങ്ങൾ മറച്ചുവെക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ സൂചനയായി തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. സഖ്യകക്ഷികൾ തമ്മിലുള്ള വിശ്വാസക്കുറവ്, തീരുമാനമെടുക്കുന്ന രീതിയെക്കുറിച്ചുള്ള അസംതൃപ്തി, നേതൃത്വത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം എന്നിവയുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ വിവാദമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ നേതൃത്വം എന്നത് സ്ഥിരാവകാശമല്ല. അത് ജനങ്ങളുടെ വിധിയിലും പാർട്ടിയുടെ കൂട്ടായ തീരുമാനത്തിലും അധിഷ്ഠിതമായ ഉത്തരവാദിത്വമാണ്. അതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനം ജനാധിപത്യ സംവാദത്തെ ദുർബലപ്പെടുത്തുമെന്ന് പിണറായി മറക്കരുത്. ഇത്തരത്തിലൊരു പാർട്ടിയിൽ ഒരു വിലയുമില്ലാതെ എന്തിനാണ് ഘടകകക്ഷിയായി കടിച്ചു തൂങ്ങുന്നതെന്ന് ഇനിയെങ്കിലും ബിനോയ് വിശ്വവും അണികളും ആലോചിക്കണം. പിണറായി എന്ന ദൈവത്തിനെ ആരാധിക്കുക കുറെ അണികളും അതിന് കൂട്ടുപിടിക്കുന്ന കുറെ നേതാക്കന്മാരും മാത്രമാണ്. അവർ നടത്തുന്ന കുത്തക ഭരണമാണ് അല്ലെങ്കിൽ കൈയിട്ട് വാരുന്ന പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തരായ നേതാക്കളും ശക്തമായ ആശയങ്ങളും വിപ്ലവ വീര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇതാണ് അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നില്ല എങ്കിൽ പിണറായിയെ പോലെയുള്ളവർ കയറിയിരിക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത്. ബിനോയ് വിശ്വം അടക്കമുള്ള CPI നേതാക്കൾ പിണറായിയുടെ കയ്യിലേക്ക് ഇടതുപക്ഷത്തിന്റെ താക്കോൽ കൂട്ടം പൂർണ്ണമായും വെച്ചുകൊടുത്താൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ദീർഘവീക്ഷണം മുന്നേ നടത്തേണ്ടിയിരുന്നു. കേരളം മൊത്തത്തിൽ വിഴുങ്ങാൻ വന്ന മാൻട്രേക്കിനെ കേരളം തുടച്ചു നീക്കി. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിങ്ങൾ പാലുകൊടുത്ത് വളർത്തിയ കരിമൂർഖനെ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്.